നമസ്കാരം. തമിഴ് സിനിമയിൽ തമിഴ് നടിമാരെ കിട്ടാനില്ലേ? എന്തിനാണ് യുവതാരങ്ങൾ എപ്പോഴും മലയാളി നടിമാരെ അന്വേഷിച്ചു പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ കെൻ കരുണാസ്. തന്റെ പുതിയ ചിത്രം യൂത്ത് പ്രൊമോട്ട് ചെയ്യുന്ന വേളയിൽ തമിഴിലെ മുൻനിര യുവനടിമാർ തന്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറായില്ല എന്ന സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. മലയാളി താരം അനിഷ്മ അനിൽകുമാറിനെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ വലിയ ഒരു അലച്ചിലിന്റെ കഥയുണ്ടെന്നും കെൻ വെളിപ്പെടുത്തുകയാണ്. തമിഴിലെ യുവനടിമാരെല്ലാം തന്റെ കൂടെ അഭിനയിക്കാൻ വിസമ്മതിച്ചപ്പോഴാണ് മലയാളത്തിലേക്ക് നോക്കുന്നതെന്നും അവിടെ തനിക്ക് കിട്ടിയത് കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു മികച്ച നടിയാണെന്നും കെൻ പറയുന്നുണ്ട്. അനിഷ്മ അനിൽകുമാറിനെ ഒപ്പമിരുത്തി കെൻ നടത്തിയ ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ തമിഴ് മലയാളം സിനിമാ ലോകത്ത് വൻ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. മലയാളി നടിമാർ അതിഗംഭീരമായി അഭിനയിക്കും. എന്തിനാണ് നിങ്ങൾ എപ്പോഴും മലയാളി നടിമാരുടെ അടുത്തേക്ക് പോകുന്നത്? തമിഴിലുള്ളവരെ വെച്ച് ചെയ്തൂടെ എന്ന്. സത്യം പറഞ്ഞാൽ തമിഴിൽ ഒരു നായികയും തന്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറല്ലായിരുന്നു. താൻ ഒരുപാട് നായികമാരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ സിനിമയിൽ സജീവമായ പ്രായം കുറഞ്ഞ നടിമാരോട് എല്ലാം ചോദിച്ചു. പക്ഷെ ആരും അതിന് തയ്യാറായില്ല. താൻ ആവശ്യപ്പെടുന്ന കഥാപാത്രം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. താൻ എന്തിനത് ചെയ്യണം? തനിക്കിത് ചെയ്തൂടെ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. തനിക്ക് ആരോടും ഈഗോ ഇല്ല. ഒരു പ്രമുഖ നടി അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതവരുടെ ഇഷ്ടം. തനിക്ക് വേണ്ടത് ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടു വരുന്ന ആളെയാണ്. അങ്ങനെയിരിക്കെ നായികയെ തിരഞ്ഞു മടുത്ത ഒരു ദിവസം താൻ ഡയറക്ടർ സുരേഷ് സാറിനെ കണ്ട് സങ്കടം പറയുകയുണ്ടായി. ഉടനെ അദ്ദേഹം തന്നെ വിളിച്ച് സിറൈ സിനിമയിലെ ഗാനരംഗം കാണിച്ചു തന്നു. ഈ പെൺകുട്ടി അഭിനയിക്കുമോ എന്ന് താൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ തകർത്ത് അഭിനയിക്കുമെന്നാണ്. കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ആളാണെന്ന് പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ തന്നു. പക്ഷേ അവർ കഥ കേൾക്കാൻ വന്നപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് തോന്നിയത്. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ദിവസം സമയം ചോദിച്ചു. അടുത്ത ദിവസം തന്നെ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചുവെന്നും കെൻ പറയുന്നു. നടൻ കരുണാസിന്റെ മകൻ കെൻ കരുണാസ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിച്ച് നായകനായി എത്തുന്ന ചിത്രമാണ് യൂത്ത്. 2026 മാർച്ച് 19 പുറത്തിറങ്ങുന്ന ഈ ചിത്രം കൗമാരപ്രായക്കാരുടെ വൈകാരികമായ യാത്രയും സ്കൂൾ ജീവിതവും പ്രമേയമാക്കിയുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമയാണ്. 15 വയസ്സുകാരനായ പ്രവീൺ എന്ന കഥാപാത്രത്തിലൂടെ കൗമാരത്തിലെ പ്രണയവും സൗഹൃദവും ജീവിതത്തിലെ വെല്ലുവിളികളും ചിത്രം ദൃശ്യവൽക്കരിക്കുന്നു. മലയാളി താരം അനിഷ്മ അനിൽകുമാർ നായികയാകുന്ന ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. സുരാജ് വെഞ്ഞാറമൂട്, ദേവദർശിനി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്.